സർ, ഞാനും കൂടെ ഇവിടെ നിന്നിരുന്നോട്ടെ? ഇവിടെ ഇരിക്കുന്നതിന് എന്റെ അനുവാദമൊന്നുമില്ല. ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. താങ്ക് യു സർ. സാറിനെ ഒന്ന് പരിചയപ്പെടാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാ എന്നെ പരിചയപ്പെടുന്നത്? ഒന്നിനു വേണ്ടിയല്ല. ഫ്രണ്ട്ഷിപ്പിനെ ഏറ്റവും കൂടുതൽ മാനിക്കുന്നവളാണ് ഞാൻ. പ്രത്യേകിച്ച് നാഗേന്ദ്രൻ സാറിനെ പോലുള്ള ഒരാളിന്റെ. എന്റെ പേര് എങ്ങനെ മനസ്സിലായി? സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ഞാൻ ഈ സ്വിമ്മിംഗ് ക്ലബിലെ ലൈഫ് മെമ്പറാണ്. എന്റെ പേര് ജെയ്സി. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സാർ കൽക്കട്ടയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. ഐ സീ. അത്ഭുതപ്പെടേണ്ട. എനിക്ക് സ്വകാര്യമായി പലതും സംസാരിക്കാനുണ്ട്. എന്നോടൊത്ത് അല്പസമയം ചിലവഴിച്ചൂടെ? Of course. Why not? പ്ലീസ് കം. കുളിരുന്നോ ദേഹം, കുളിരുന്നോ എന്താ ഒരു വല്ലായ്മ പോലെ? എന്നെ ഇഷ്ടമായില്ലേ? ഡെയ്സിയെ കണ്ടുമുട്ടാൻ ഇത്ര വൈകിപ്പോയല്ലോ എന്നുള്ള വല്ലായ്മ മാത്രമേ എനിക്ക്. ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മ എന്നും എന്നിലുണ്ടായിരിക്കും. പ്ലീസ്. നോ. കൽക്കട്ടയിൽ തിരിച്ചെത്തുന്നതുവരെ ഞാനിത് കൈകൊണ്ട് തൊടുകയില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ മദ്രാസിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ലഹരിയിൽ മുഴുകിപ്പോയാൽ എന്റെ ലൈഫ് സ്പോയിലായി പോകും. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ സന്തോഷത്തോടെ തരുന്നതൊന്നും സ്വീകരിക്കില്ലെന്നാണ്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ മിസ്റ്റർ നാഗേന്ദ്രൻ, you are under arrest. Sir. Come on.
യെസ് ചന്ദ്രസേൻ ഹിയർ. അതെ, ഇന്ന് ഈവനിങ്ങിൽ അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്നാലേ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ പറ്റും. ദേശി എന്താ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? ഞാൻ ആകെ വെറിയിടാണ്. ഇന്നലെ നാഗേന്ദ്രന്റെ പോലീസ് വളഞ്ഞതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. ഇന്നലെ പോലീസ് വളഞ്ഞതേ ഉള്ളൂ. ഈവനിങ് 5 o'clock നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ ആ നിമിഷം നിങ്ങൾ കസ്റ്റഡിയിലായിരിക്കും. ഓർമ്മ വേണം. ഞാൻ വരാം. നിൽക്കൂ. നിങ്ങൾ അങ്ങോട്ട് പോണ്ട. എന്നെയും കുഞ്ഞിനെയും കൊന്നിട്ട് അവളെ ഇവിടെ കൊണ്ടത് താമസിപ്പിച്ചു. സരസ്വതി, എല്ലാം എനിക്കറിയാം. നിങ്ങൾ സ്വത്തുക്കൾ പങ്കുവെച്ച് കൊടുത്തു. പക്ഷെ എനിക്ക് എന്റെ ഭർത്താവിനെ പങ്കുവെക്കാൻ കഴിയില്ല. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കല. ഇവിടെ ചങ്ങലയ്ക്കല്ലേ ഭ്രാന്ത്. സരസ്വതി, വിവാഹത്തിന് ശേഷം വേശ്യാലയത്തിലും ബപ്പാട്ടിയുടെ വീട്ടിലും കയറി ഇറങ്ങുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ അവളെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്വന്തം ഭാര്യയെ ബലിയാടാക്കുന്ന തൊലിക്കെട്ടി ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെന്നെ തള്ളിയല്ലേ? എന്നെ തല്ലിയ ഈ കൈകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി എന്റെ അച്ഛന്റെ കാല് പിടിക്കുന്നതാണ് ഞാൻ ആദ്യമായി കണ്ടത്. അന്ന് ഗുരുവായൂരപ്പന്റെ പ്രസാദവും തൊട്ട് കണ്ണുനീരൊലിപ്പിച്ച് നിന്നിരുന്നത് നിങ്ങളുടെ മുഖമൂടിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ അച്ഛൻ അനുസരിക്കാത്തതിന്റെ ശിക്ഷയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. എല്ലാം മറന്ന് നിങ്ങളെ വിശ്വസിച്ചതും വിവാഹം കഴിച്ചതുമാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിർത്താനാണ് പറഞ്ഞത്. എനിക്ക് നീ സംസാരിച്ചാൽ അവസാനം എന്തായിരിക്കുമെന്ന് ഞാനിപ്പോഴേ കാണുന്നുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടായില്ലെന്ന് വരും. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഭാര്യ അല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അവനെ ഈ അരക്കില്ലത്തിനകത്ത് കരിമൂർഖനായി വളർത്താൻ എന്നെ കൊണ്ടാവില്ല. സരസ്വതി, സരസ്വതി, രാമൻ, സരസ്വതി, സരസ്വതി.